ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കാം. പയറും മത്തങ്ങയും എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പയർ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മീഡിയം തീയിൽ 3 വിസിലടിച്ച് പ്രഷർ പോകുന്നത് വരെ വെക്കുക. ഇനി നമുക്ക് വേണ്ടത് മത്തങ്ങയാണ്. നല്ല പഴുത്ത മത്തങ്ങയാണ് എരിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് തൊലി ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. മീഡിയം തീയിൽ 1 വിസിലടിച്ചിട്ട് പ്രഷർ കളയാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെള്ളം കുറച്ച് കുറവാണ്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നാളികേരത്തിലേക്ക് 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് പതുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോരുത്, നാളികേരം കാണണം, അതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ പയറും മത്തങ്ങയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളകും ചേർക്കുക. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് താളിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.